പ്രഭാതത്തിൽ ഞാൻ ഒരു സൂഫി ഗുരുവിൻ്റെ കഥകൾ വായിക്കുകയാണ്. ആ കഥയിൽ മനോഹരമെന്ന് തോന്നിയ ഒരു കഥ ഇപ്പോൾ ഞാൻ പറയുകയാണ്. ഒരു സൂഫി ഗുരു ചിന്തിക്കുകയാണ്, അടിമകളെ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ. വേഷം അല്ലെങ്കിൽ മോശമായൊരു വേഷം ധരിച്ച ഒരു അടിമയെപ്പോലെ അടിമകളെ വിൽക്കുന്ന ഒരു മാർക്കറ്റിൽ അദ്ദേഹം വന്ന് നിന്നു. അദ്ദേഹത്തെ കണ്ടാൽ യജമാനന്മാര് കൊണ്ടുവരുന്ന ഒരു അടിമയെ പോലെ തോന്നും. അങ്ങനെ അടിമയാണെന്ന് വിചാരിച്ച് കുറെ നേരം അദ്ദേഹം, ഈ സൂഫി ഗുരു, അടിമയായി ജനങ്ങൾക്ക് തോന്നിയെങ്കിലും ആരോ യജമാനനെ അന്വേഷിക്കുന്നത് പോലെ അവിടെ വന്ന ഒരു ധനികനായ യജമാനന് തോന്നി. ഈ ധനികനായ യജമാനൻ ഈ സൂഫി ഗുരുവിനോട് ചോദിച്ചു, ഒരുപക്ഷെ സൂഫി ഗുരു ഒന്നും അറിയത്തില്ല, അടിമയായിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങ് യജമാനനെ അന്വേഷിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ യജമാനനെ തേടി നടക്കുകയാണ്. ആ യജമാനൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ അടിമയായി ജീവിക്കുന്നതിൽ അങ്ങേക്ക് പ്രയാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം ഈ ധനികനായ മനുഷ്യന്റെ കൂടെ ഈ സൂഫി ഗുരു ഒരു അടിമയെ പോലെ ആ ഭവനത്തിൽ പോയി നാളുകളോളം ജോലി ചെയ്തു. അവസാനം ഈ സൂഫി ഗുരുവായിരുന്നുവെങ്കിലും ഈ അടിമയെ യജമാനൻ വിമോചിപ്പിക്കുകയാണ്. തിരിച്ചു പോകുന്നത് വരെയും തിരിച്ചിറങ്ങുമ്പോൾ പോലും അദ്ദേഹം ഒരു സൂഫി ഗുരുവാണെന്ന് പറയുവാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അംഗീകാരം, എൻ്റെ പദവി, ഞാൻ അറിയപ്പെടുവാനുള്ള ശ്രമം, ഏതൊക്കെ വഴികളുണ്ടെന്ന് ചിന്തിച്ച് ദൈനംദിനം നടക്കുന്നവരാ നമ്മൾ. എല്ലാ വഴികളിലൂടെ ഇത് തിരഞ്ഞെടുക്കുവാൻ, ഇവിടെ നാം കണ്ടുമുട്ട അടിമയെന്ന രീതിയിൽ യജമാനന് കീഴടങ്ങി കാണിച്ചു കൊടുത്ത ഈ സൂഫി ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്, ഇവിടെയല്ല നിന്റെ സ്ഥാനവും പദവികളും ഒന്നും, ഇവിടെ ആകരുത് നിന്റെ സ്ഥാനവും പദവിയൊന്നും. നിനക്കായി കരുതിയിരിക്കുന്ന ഒരു യജമാനൻ ഉണ്ട്. ആ യജമാന സന്നിധിയിലായിരിക്കണം നിന്റെ ഈ ലോക ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളും. ഒരുപക്ഷെ ഇതൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ് മഗ്ദല മറിയം. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല അവൾ ആ ഗുരുവിൻ്റെ പിന്നാലെ പോയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മഗ്ദല മറിയത്തെക്കുറിച്ചുള്ള അല്പനേരത്തെ ധ്യാനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. പ്രധാനമായും അതിനു മുമ്പായി ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഒന്ന്, ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുവാൻ എന്തുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 10-22 ദിവസങ്ങൾ ലോക്ക്ഡൗൺ പീരീഡുകളായിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുവാനുണ്ടായിരുന്നു, പണപരമായ ഇടപാടുകളെങ്കിലും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുവാൻ എന്തുണ്ട്? എന്തെങ്കിലും എഴുതാനുണ്ടോ? ആത്മീകപരമായി ഭവനാന്തരീക്ഷത്തിൽ എൻ്റെ പ്രാർത്ഥനകൾ ദൈനംദിനം നടക്കുന്നുണ്ടോ എന്ന് എഴുതി ചേർക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പാകെ നിന്റെ ആത്മീക ജീവിതം എങ്ങനെയെന്ന് ഒരുപക്ഷെ ദൈവം മുമ്പാകെയെങ്കിലും കാണിക്കുവാൻ, എഴുതി ചേർക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ആദ്യമേ നിൽക്കട്ടെ. ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുവാൻ എന്തുണ്ട്? വീണ്ടും മറ്റൊരു കാര്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചോദിക്കുക, ക്രിസ്തുവിൻ്റെ ഗന്ധം നമുക്കുണ്ടോ? നാം ക്രിസ്തുവിനൊരു സുഗന്ധം കാണണം. ആ സുഗന്ധം ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ സൽപ്രവൃത്തികളാകാം. ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന മഹാചാര്യനെ നിങ്ങൾക്കറിയാം. മഹാവിശുദ്ധനാണ് അദ്ദേഹം. ലോകം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ ക്രിസ്തു വന്ന. ഒരിക്കൽ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കാണുന്നുണ്ട്. അദ്ദേഹം ഓടിപ്പോയി ആ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിന്റെ വ്രണങ്ങളിലെല്ലാം ചുംബിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കുഷ്ഠരോഗി സുഖപ്പെട്ട, അല്ലെങ്കിൽ ആ കുഷ്ഠരോഗി പറയുകയാണ്, ആ ചെറുപ്പക്കാരനിൽ ക്രിസ്തുവിൻ്റെ ഒരു സുഗന്ധം ഉണ്ടായെന്ന്. നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കണം, എൻ്റെയും നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തികളിൽ ഈ സുഗന്ധമുണ്ടോ? മഗ്ദല മറിയത്തിൽ ഞാൻ കണ്ടത് അതാണ്. ഒരു സുഗന്ധം, ക്രിസ്തുവിനെ തേടിയുള്ള അവളുടെ യാത്രയിൽ അവൾ സുഗന്ധവാഹിയായി തീർന്നു. അവളിൽ നിന്ന് ലോകത്തിൽ ഒരു സുഗന്ധമുണ്ടായി. ഇത് നമ്മൾ മറക്കരുത്. ക്രിസ്തുവിൻ്റെ മുഖം
ക്രിസ്തുവിന്റെ ഗന്ധം, ക്രിസ്തുവിന്റെ ആ സുഗന്ധം നമുക്കുണ്ടോ? ഫ്രാൻസിസ് അസീസിയെ പോലുള്ള മഹാചാര്യന്മാർ, പരിമലമാർ ഗ്രിഗോറിയോസോ, ഈ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവരെ വിശുദ്ധരെന്ന് വിളിക്കുന്നതിന്റെ കാരണം ക്രിസ്തുവിന്റെ സുഗന്ധം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാ. മറ്റൊരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാ. ക്രിസ്തുവിന്റെ മുറിവുകൾ കാണാതെ നമുക്ക് എന്ത് വേദനയാണുള്ളത്? ക്രിസ്തു എന്തിനാണ് ഈ മുറിവുകൾ കാണിച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഞ്ചമുറിവുകൾ അദ്ദേഹം കാണിച്ചു. കാൽപാദങ്ങളിൽ 2, കൈകളിൽ 2, ഹൃദയത്തിൽ ഒരു വലിയ വേദന. 5 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിലാപ്പുറത്തൊരു കുത്ത്. ഒരുപക്ഷെ അതിനെയായിരിക്കാം പഞ്ചമുറിവുകൾ എന്ന് കാണുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ മുറിവ് കാണിക്കുന്നുണ്ട്. കൈകളിലേതല്ല, തൻ്റെ വിലാപ്പുറത്തു നിന്നൊഴുകിയ വെള്ളത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും കാണിക്കുന്ന ഒരു അനുഭവം. ക്രിസ്തുവിന്റെ മുറിവുകൾ കാണാതെ നമുക്ക് എന്ത് വേദനയാണുള്ളത്? നമുക്ക് വേദന എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിന്റെ മുറിവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു പറയുന്നത് എന്നെ പോലെ തന്നെ വേദനിക്കുന്ന മനുഷ്യൻ, അത് പാവപ്പെട്ടവനാകാം, ദരിദ്രനാകാം, അവന്റെ മുറിവുകൾ കാണാതെ നമുക്ക് എന്ത് വേദനയാണുള്ളത്? ഞാൻ ഈ നാളുകളിൽ ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ സന്ദേശത്തിൽ ഒരു വാക്ക് പറഞ്ഞു. നിന്റെ കൈ നീട്ടുമ്പോൾ കണ്ടുമുട്ടുന്ന, നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നാളുകളിൽ പണം കൊടുക്കാനില്ലെങ്കിലും പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ആ ഉത്തരവാദിത്വം? നിന്റെ കയ്യിൽ ഈ 2 ദിവസങ്ങളിൽ നേടിയെടുത്ത അല്ലെങ്കിൽ ദേവാലയത്തിൽ കൊടുക്കാനിരുന്ന പണം ആ ദരിദ്രന് ഭക്ഷണമായി, അവന്റെ ഒരാഴ്ച കാലത്തെ ആഹാരമായി നമുക്ക് കൊടുക്കണമെന്നൊരു ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ഇതാണ് ക്രിസ്തുവിന്റെ മുറിവുകൾ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ അവന്റെ വേദന നമ്മൾ അറിയൂ. ഒരു പാവപ്പെട്ടവന്റെ വേദന എനിക്കറിയണം. ഞാൻ എൻ്റെ കൂടെ ഈ ദേവാലയത്തിൽ ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ആയിരിക്കണം ഞാൻ കരുതേണ്ടത്, എന്നോടൊപ്പം ദേവാലയ ശുശ്രൂഷകളിലായിരിക്കുന്നവർ. ഇങ്ങനെ ഒരു ചെറിയ ബന്ധം മതി. 120 പേർ വിചാരിച്ചാൽ എത്രയെത്ര മനുഷ്യരുടെ ഭവനങ്ങളെയാണ് നമുക്കൊന്ന് ഉയർത്താനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതിൽ കൂടുതൽ ഒന്നുമില്ല. അവസാനം നമുക്ക് സന്തോഷിക്കുവാൻ ഇതൊക്കെ കാണത്തുള്ളൂ. ജീവിതത്തിന്റെ അന്ത്യത്തിൽ മരണാസന്നനായി നാം കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ധനവും പ്രതാപങ്ങളും ഒന്നും അല്ലായിരിക്കും. അതൊന്നും നിങ്ങളുടെ കൂടെ വരാത്തിടത്തോളം അത് ദുഃഖമായിരിക്കും. നിങ്ങൾക്കാകെയുള്ളത് ഒരു സുഗന്ധമാകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് അവരന് വേണ്ടി എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അതുകൊണ്ട് ദൈവം നിന്നിൽ കാണുന്ന വെളിച്ചം നിനക്ക് അനുഭവപ്പെട്ടാൽ നീ ദൈവത്തിലെ വെളിച്ചം കാണണം. അവിടെ നിനക്ക് ധൈര്യം ഉണ്ടാകും. ഇതാണ് മഗ്ദല മറിയത്തെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്. ദൈവം നിന്നിൽ കാണുന്ന വെളിച്ചം നിനക്ക് അനുഭവപ്പെടണം. ദൈവം നമ്മളിലെല്ലാം കാണുന്ന ഒരു വെളിച്ചമുണ്ട്. അത് നമുക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ നീ ദൈവത്തിൽ വെളിച്ചം കാണുകയുള്ളൂ. നിനക്ക് ദൈവത്തിൽ വെളിച്ചം കാണണമെങ്കിൽ ദൈവത്തിന് നിന്നിൽ ഒരു വെളിച്ചം കാണണം. അവിടെ നിനക്ക് അറിയാത്തൊരു ധൈര്യമുണ്ടാകും. മഗ്ദല മറിയത്തെ നമ്മൾ കാണുന്നത് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൾ കല്ലറയ്ക്ക് ഓടിപ്പോയി. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൾ കല്ലറയിൽ പോയി. അവളുടെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹമേ ഉള്ളൂ, അവന്റെ സാമീപ്യം കല്ലറയിലായാലും അവൾക്കത് വെളിച്ചമാണ്. അവന്റെ സാമീപ്യം, അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സാമീപ്യം കല്ലറയിലായാലും അവൾക്കത് വെളിച്ചമാണ്. അവിടെയാണ് അവൾ ഇരുളിൽ പോലും വെളിച്ചം കണ്ടതെന്ന് പറയുക. നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ ഒരു ഇരുളാ, പക്ഷെ അതൊരു വെളിച്ചമാണ്. പക്ഷേ പ്രതീക്ഷയുള്ള ഒരു നാഥനെയാണ് ആ ഖബറിൽ കാണുവാൻ കഴിഞ്ഞത് അവൾക്ക്. അവൾ അന്വേഷിച്ചു പോയതാ. അവൾ കല്ലറയിൽ അവന്റെ മൃതശരീരത്തെയാണ് കാണാൻ ആഗ്രഹിച്ചത്. എന്ന് പറഞ്ഞാൽ എൻ്റെ നാഥൻ ഞാൻ ആഗ്രഹിക്കുന്നത് നൽകിയില്ലെങ്കിലും അവൻ എൻ്റെ നാഥനാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, COVID-19 ഒന്ന് മാറണം. അതിപ്പോൾ മാറിയില്ലെങ്കിലും മാറും. അത് ചെയ്തു തരുന്നത് കൊണ്ട് മാത്രമല്ല നിന്റെ നാഥനാകുന്നത്. നിന്നെ ഇക്കാലം അത്രയും നടത്തിയ ഓർമ്മകൾ വെച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് ദൂരം വെക്കരുത്. ഒരു പിതാവ് എല്ലാ ദിവസവും ഇക്കാലം അത്രയും വളർത്തി ഒരു മകൻ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചപ്പോൾ ചെയ്തു കൊടുത്തില്ല എന്ന് വിചാരിച്ച് ആ മകന് ആ പിതാവ് അല്ലാതാകുന്നുണ്ടോ? ആ അമ്മ ആ മകന് മാതാവാകുന്നില്ല. ഇതുപോലെ നമ്മൾ ദൈവത്തെ കാണണം. എൻ്റെ നാഥൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കല്ലറയിൽ വന്നപ്പോൾ കാണിച്ചില്ലെങ്കിലും
അവൻ എൻ്റെ നാഥനാണ്. അവിടെയാണ് ദൈവം അവളുടെ അടുത്തേക്ക് വന്നത്. ഇത് നമ്മൾ ഓർക്കണം. മഗ്ദല മറിയത്തിന്റെ അടുത്തിലേക്ക് കർത്താവ് വരാൻ കാരണം, ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ഇപ്പോൾ ചെയ്തില്ല, എങ്കിലും അവളുടെ മനസ്സിൽ ഇക്കാലം അത്രയും ലഭിച്ചിരുന്ന ഒരു ആത്മീക സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം അവൾ ഒരിക്കലും കളയാതിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ, ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ദൃഢത നമുക്കുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അവൾ ഈ കല്ലറയിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കല്ലുരുട്ടി മാറ്റുവാൻ ആരുണ്ട്? അവളുടെ വലിയൊരു ആഗ്രഹമാണ് കല്ലുരുട്ടി മാറ്റണമെന്ന ഒരാഗ്രഹം. നമ്മൾ സാധാരണ കല്ലുരുട്ടി മാറ്റാറില്ല, പക്ഷെ അവൾ ആഗ്രഹിച്ചു. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മഗ്ദല മറിയം ആഗ്രഹിച്ചത് ഈ കല്ല് ഉരുട്ടി മാറ്റണം? അതിന് കാരണം, അവൾ ഇന്നലെ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ അവൾക്ക് അവനെ ഒന്ന് തൊടാൻ കഴിഞ്ഞില്ല. അവന്റെ ദേഹത്തൊരു സുഗന്ധവർഗം ഒന്ന് പൂശുവാൻ കഴിഞ്ഞില്ല. ഒത്തിരി വിഷമമുണ്ട് അവൾക്ക്. എൻ്റെ നാഥന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആ കുരിശിൽ കടന്നപ്പോഴും അദ്ദേഹത്തെ കല്ലറയിൽ വെച്ചപ്പോഴും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് ആ കല്ലറയൊന്ന് ഉരുട്ടി മാറ്റിയിട്ട്, ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റിയിട്ട് ആ കല്ലറയിൽ ഒന്ന് കയറി എൻ്റെ നാഥനെ ഒന്ന് ആ സുഗന്ധങ്ങൾ കൊണ്ടൊന്ന് പൂശണം. എന്തൊരാഗ്രഹമാ! മരിച്ച് ഒരു 2 ദിവസമായ, അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞ ഒരു ശരീരത്തെക്കുറിച്ച് ഈ മകൾ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അവൾ ആഗ്രഹിച്ചത്, എനിക്ക് നാളെ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിലും, പക്ഷെ എനിക്ക് ഇക്കാലം അത്രയും ദൈവം ചെയ്തത് ഓർത്തിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് സുഗന്ധം പൂശണം. നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം. ചില സന്ദർഭങ്ങളിൽ ദൈവം തരുന്നില്ല എന്ന് തോന്നിയേക്കാം, പക്ഷെ ഇക്കാലം അത്രയും തന്നതോർത്തിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് നിൽക്കുവാൻ കഴിയണം. ഇന്നലെ അവനെ തൊടുവാൻ കഴിഞ്ഞില്ല, അവൻ അർപ്പിക്കുവാനൊന്നും കഴിഞ്ഞില്ല, അവന്റെ ശരീരത്തെ എനിക്ക് ഈ സുഗന്ധം ഒന്ന് പൂശണം. ഇതാണ് മഗ്ദല മറിയത്തിന്റെ ആഗ്രഹം. എനിക്ക് ചെയ്യുവാൻ കഴിയാതെ പോയ ചിലതുണ്ട്, അതാണ് മറിയം പറയുന്നത്. നമ്മളുമൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്ന് ചിന്തിക്കണം. കല്ലുരുട്ടി മാറ്റണമെന്ന് അവൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ മനസ്സിലെ ചില കല്ലുകളൊക്കെ ഉരുട്ടി മാറ്റിയിട്ട് ഒത്തിരി നന്മകളൊക്കെ നമ്മളും ചെയ്യുവാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തുകൾ കൂടിയാണ് ഞാൻ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ, മഗ്ദലക്കാരത്തി മറിയം വരുമ്പോഴും കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിന്റെ സന്നിധിയിൽ പോകാതെ കാത്തിരിക്കുകയാ. വേദപുസ്തകം പറയുന്നത് മറ്റൊരു തലത്തിലാണ്. മഗ്ദല മറിയത്തോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, മകളെ നീ എന്നെ തൊടരുത്, അല്ലെങ്കിൽ എന്നെ പിടിച്ചു നിർത്തരുത് എന്നൊക്കെ പറയുന്നതായി നമുക്ക് പറയാൻ കഴിയുമെങ്കിലും എനിക്ക് തോന്നുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടും തൻ്റെ ഭക്തയായ ഈ മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങ് സ്വർഗാരോഹണം ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് അത് ചെയ്യുന്നില്ല. തൻ്റെ ഭക്തയായ മഗ്ദല മറിയം വരുന്നത് അദ്ദേഹം ദർശിച്ചിരുന്നു, അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, ഭക്തരെ ഒരിക്കലും ദൈവം നിരാശപ്പെടുത്തത്തില്ല. ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കുന്ന ആളുകൾ, അവരെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുമ്പോഴും തലേ രാത്രിയിൽ ദൈവം അവനോട് വന്ന് പറയുകയാണ്, മകനെ, നീ പോകുന്ന സ്ഥലത്ത് ദൈവവചനം പറയുവാൻ തക്കോണം ഞാൻ നിന്നെ ശക്തീകരിക്കും. ഭക്തൻ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും നിരാശപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് നമ്മൾ മറക്കരുത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ഭക്തയായ, തന്നെ അന്വേഷിച്ചു വരാൻ പോകുന്ന ഈ പറയുന്ന മഗ്ദല മറിയത്തെ കാത്തു നിൽക്കുകയാണ്. അതിനർത്ഥം ഭക്തരെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ലെന്ന. എന്നാൽ ക്രിസ്തു അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇതുവരെയും പിതാവിന്റെ ഭവനത്തിൽ പോയിട്ടില്ല, ഞാനത് കാത്തിരിക്കുകയാ. അതുകൊണ്ട് നീ എന്നെ പിടിച്ചു വെക്കരുതെന്നൊരു അർത്ഥതലത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻ്റെ നിർവചനങ്ങളൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ആ കാഴ്ചപ്പാടുകൾ ഇതിനകത്തൂടി പറയുന്നതും ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശിഷ്യന്മാരെ സംബന്ധിച്ച് ബോധപൂർവം എഴുതിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഈ വാക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. തങ്ങളെക്കാൾ മുമ്പേ ക്രിസ്തുവിനെ കണ്ടത് മഗ്ദല മറിയം എന്ന അപ്പോസ്തോലയാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നതിൽ അവർക്കൊരു പൂർണ്ണതയില്ലായ്മയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവൾ കണ്ടെങ്കിലും അവളേക്കാൾ ഞങ്ങളുടെ അടുക്കൽ വന്ന്, ആഴ്ചയിൽ വന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന്, ഗലീലായിൽ വന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ ക്രിസ്തുവാണ് പ്രധാനമായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതെന്ന് ശിഷ്യന്മാർ പറയാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം കർത്താവ് അവളോട് പറയുന്നതായി എനിക്ക് തോന്നി.
എനിക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ നീ വിചാരിക്കുകയാണ് എനിക്ക് ഇടമില്ലെന്ന്, പക്ഷെ എനിക്ക് ഇടമുണ്ട്. ഒരുപക്ഷെ അവരുടെ ചില കോൺവെർസേഷൻ അവിടെ പൂർണ്ണമായിട്ടില്ല. മഗ്ദല മറിയയും ക്രിസ്തുവും തമ്മിൽ അവിടെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞു കാണും, അങ്ങിനിയും എവിടെ പാർക്കും, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്നൊക്കെ ഒരുപക്ഷെ മഗ്ദല മറിയം ക്രിസ്തുവിനോട് സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ക്രിസ്തു തന്റെ ഇടത്തെക്കുറിച്ച് പറയുന്നതാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഇടമുണ്ട്, ഞാൻ ഇപ്പോൾ പോയില്ല, ഇക്കാലം അത്രയും നിങ്ങളുടെ കൂടെ ആണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ഇടമുണ്ട്, പക്ഷെ നിനക്ക് ഇടമില്ല. പക്ഷെ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തുന്നു, നിനക്ക് യഥാർത്ഥമായി ഇടമുള്ളത് പിതാവിന്റെ ഭവനത്തിലാണ്. ഇങ്ങനെ ഒരു പുതിയൊരു അറിവാണ് യഥാർത്ഥത്തിൽ മഗ്ദല മറിയത്തിന് ക്രിസ്തു കൊടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മൾ ചുമ്മാതെ ചില ചിന്തകൾ ഈ കാലഘട്ടത്തിലുണ്ട്, മഗ്ദല മറിയം സ്നേഹത്തോടെ പിടിച്ചു വെച്ചു എന്നൊക്കെ. അതൊന്നും ആയിരിക്കുകയില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇവര് തമ്മിൽ സംസാരിച്ച കോൺവെർസേഷൻ ആണത്. ആ കോൺവെർസേഷനിൽ ഞാൻ കാണുന്ന ഇതാണ്, പിതാവിന്റെ ഭവനത്തിൽ എനിക്ക് ഇടമുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു, അത് എൻ്റെ ഇടമാണ്. പക്ഷെ നിനക്ക് ഒരുപക്ഷെ ലോകത്തിൽ ഇടമില്ലെങ്കിൽ അതാ ഞാൻ ഒരിടം കാണിച്ചു തരുന്നു, അത് പിതാവിന്റെ ഭവനം തന്നെ. ഞാൻ പോകുന്ന ഇടത്തേക്കാണ് പിൽക്കാലത്ത് നീയും വന്നു ചേരേണ്ടത്, മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇനിയുമുള്ള യുഗാന്ത്യത്തിൽ. ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ആഴം കൂടിയാണ് മഗ്ദല മറിയത്തിന് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് നമ്മൾ പിതാവിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് കാത്തിരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭക്തയായ അവളെ തന്നെ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവൾ ആഗ്രഹിച്ചത് മരിച്ച ശരീരത്തെ ഒന്ന് കാണണമെന്ന്, പക്ഷെ ദൈവം കാണിച്ചത് ജീവനുള്ള ശരീരത്തെയാണ്. അവൾ ആഗ്രഹിച്ചത് ഒരു മരിച്ച ശരീരത്തെ ഒന്ന് കാണണമെന്നാ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ദൈവത്തെ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അവൾ മരിച്ചവൾ അവളുടെ ഹൃദയത്തിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് അവൾ കാണേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ എന്തുകൊണ്ട് ജീവനുള്ള ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങൾ ഉള്ളിൽ കാണുന്നത് മരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തിന് ജീവനുള്ളവനായി വരാൻ കഴിയത്തില്ല. അവൾ ആഗ്രഹിച്ചത് മരിച്ച ശരീരമാണെങ്കിലും അവളുടെ ഉള്ളിൽ ആ മരിച്ച ശരീരത്തിന് പോലും ജീവനുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട വാക്കാ. അവളുടെ ഉള്ളിൽ അവൾ കാണുവാൻ ആഗ്രഹിച്ചത് കല്ലറയിൽ വന്നത് മരിച്ച ശരീരം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ അവളുടെ മരിച്ച ശരീരത്തെ കാണുമ്പോഴും ജീവനുള്ള ദൈവത്തെയാണ് അവൾ അവിടെ കണ്ടത്. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം അതുകൊണ്ട് കാണിച്ചു, മകളെ നീ കല്ലറയിൽ വന്നത് ഒരു മരിച്ച ശരീരത്തെ കാണുമ്പോഴും നിന്റെ ഉള്ളിൽ ആ മരിച്ച ശരീരത്തിന് ഒത്തിരി ആ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു, ഒരു സ്നേഹത്തിന്റെ ആഴമുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ മരിച്ചവനായിട്ടല്ല ഞാൻ കാണിക്കുന്നത്, ജീവനുള്ളവനായി. എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരെ കാണിക്കുന്നതിന് മുമ്പ് മഗ്ദല മറിയത്തെ തന്നെ ഒന്ന് വെളിപ്പെടുത്തിയത് ആഴമേറിയ ഒരു ജീവന്റെ പ്രഭ മരിച്ച ശരീരത്തിൽ പോലും കാണുവാൻ അവൾ ആഗ്രഹിച്ചത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ശിഷ്യന്മാരോട് കല്ലറയിൽ വന്ന് കാണാൻ വേണ്ടി പറയുന്നുണ്ട്, ഗലീലായി നീ ഓടിപ്പോയി പറയാൻ പറയുന്നതനുസരിച്ച് അവൾ ഓടിപ്പോകുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം കല്ലറയിൽ വരുന്നുണ്ട്, അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരൊക്കെയും കല്ലറയിൽ വന്നു എന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്, ദൈവത്തിന് നിന്നുള്ള സ്ഥാനം നീ അവനെ അന്വേഷിക്കുന്നതാ. എന്താണ് ദൈവത്തിന് നിന്നുള്ള സ്ഥാനം എന്ന് ചോദിച്ചാൽ, നീ അവനെ അന്വേഷിക്കുന്നതാ. നീ അവനെ അന്വേഷിക്കുന്നതാണ് ദൈവത്തിന് നിന്നിലുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഈ നമ്മളൊന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഈ കാവൽക്കാര് വന്നിട്ട് കാവൽക്കാരെ കർത്താവിന്റെ ഈ ഖബറിന് പടയാളികളെയൊക്കെ വെച്ചിട്ട് പോയി. എന്തിനാണെന്നറിയോ? ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റോ അല്ലെങ്കിൽ ഇവരെ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ട് എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടി കാവൽക്കാരെ വെച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. കാരണം ഈ ശരീരത്തെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. പക്ഷെ എന്നെ അതിശയിപ്പിച്ചതാണ്, ഈ കാവൽക്കാരെല്ലാം കർത്താവിന്റെ, അതൊക്കെ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഇല്ല. ഇതൊക്കെയാണ് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ വന്നപ്പോഴും കാവൽക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഈ കാവൽക്കാരൊന്നും ഈ മഗ്ദല മറിയത്തെ കാണുന്നില്ല വരുന്നത്, ഇല്ലേ? നമ്മൾ ഇതൊക്കെ ഒന്ന് വേറിട്ട് ചിന്തിക്കേണ്ടതും വായിക്കേണ്ടതുമാണെന്ന് എനിക്ക് തോന്നുന്നത്. കല്ലറ കാക്കുവാൻ കാവൽ നിന്ന പടയാളികൾ പോലും അവളുടെ വരവ് കാണാൻ കഴിഞ്ഞില്ല. കാരണം വിശ്വാസിയായ ഒരു ഭക്തിയുടെ ദൃഢതയാണത്. ദൈവം പോലും അവൾ വന്നത് അവരെ കാണിച്ചില്ല. കാരണം അവിടേക്ക് വരാനുള്ള അനുവാദം അവൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം ആ ഭക്തയായ ആ മകളുടെ ദൃഢമായ വിശ്വാസത്തെ ഒരിക്കലും മാറ്റിവെച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ മറക്കരുത്. കല്ലറ കാക്കുവാൻ കാവൽ നിന്ന പടയാളികൾക്ക് പോലും അവൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ വന്നത് കാണാൻ കഴിയാഞ്ഞത് ദൈവം
അവളുടെ ദൃഢമായ വിശ്വാസത്തെ കാരണം അവരവിടെ നിൽക്കുക തന്നെയാണ് ഭൂകമ്പമുണ്ടായി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയത്. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം വിചാരിക്കുന്നതിനപ്പുറത്താണ് എന്നുള്ള ഒരു തോന്നൽ കൂടി. അതുകൊണ്ട് ജീവനില്ലാത്ത ശരീരത്തിലും ജീവൻ കാണുവാൻ അവൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, അവനെ എനിക്ക് കാണിച്ചു തന്നെ ഞാനും എടുത്തുകൊണ്ട് പൊക്കോളാം, എനിക്ക് അവൻ ജീവനുള്ളവനാകണ്ട. എന്റെ ദൈവം മരിച്ചവനെ പോലെ ഇരുന്നാലും എന്റെ ജീവിതത്തിൽ അവൻ ജീവനുള്ളവൻ. അതുകൊണ്ടാണ് മഗ്ദല മറിയം പറയുന്നത്, അവൻ ഈ ഖബറിനുള്ളിൽ ജീവനില്ലാത്തവനായി ഇരിക്കുന്നെങ്കിൽ അവളങ്ങ് ചിന്തിക്കുകയാണ്, അവന്റെ ജീവൻ കാണുവാൻ അവൾക്ക് കഴിഞ്ഞു. അവനെ എവിടെയെങ്കിലും നിങ്ങൾ വെച്ചെങ്കിൽ എങ്കിൽ താ, ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. അവന്റെ ശരീരത്തിന് ജീവനില്ലെങ്കിലും അതിൽ ജീവൻ കാണാൻ കഴിഞ്ഞ ഒരു ആത്മീകതയാണ്, ഭക്തിയാണ്, വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നതൊന്നും ഭൂമിയിൽ നടക്കുന്നില്ലെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ ഏറി വരുന്നെങ്കിലും അതിങ്ങ് തന്നേര്, അതിൽ ഞാൻ ജീവൻ കാണുന്നു എന്ന് പറയുവാൻ മഗ്ദല മറിയത്തെ പോലെ നമുക്ക് കഴിയുമോ? ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. അതിനാൽ അവൾ വെളിപ്പെടുത്തി ജീവനില്ലാത്ത ശരീരത്തിലും ജീവൻ കാണുവാനുള്ള മഗ്ദല മറിയത്തിന്റെ കഴിവാ. പക്ഷെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഉരുട്ടി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിന്നിലും ജീവൻ ഉണ്ടാകും, അല്ലേ? നിന്റെ ജീവിതത്തിൽ ഉരുട്ടി മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, അഹംഭാവങ്ങൾ, അഹങ്കാരങ്ങൾ, നമ്മളുടെ വ്യക്തിപരമായി നമ്മളെ അറിയിക്കുവാനുള്ള ശ്രമം, ഇങ്ങനെ ജീവിതത്തിൽ ചില കല്ലുകളൊക്കെ ഉരുട്ടി മാറ്റിയാൽ മാത്രമേ കല്ലറ ശൂന്യമാണെന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും മനസ്സിലാകത്തുള്ളൂ. നിന്റെ ജീവിതത്തിലെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാൻ, നിന്റെ വിശ്വാസം ആഴമുള്ളതായി തീരുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്, നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റേണ്ട ചില കല്ലുകളുണ്ട്. ഈ കല്ലുകൾ ഉരുട്ടി മാറ്റാത്തിടത്തോളം നിനക്ക് ആ ദൈവത്തിന്റെ ജീവൻ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവിടെ കാത്തു നിന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവൾ കല്ലറയിലാണ് ഈ സുഗന്ധങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നെ മരിച്ച ശരീരത്തെ പൂശുവാനായിട്ട് വന്നത്. പക്ഷെ താൻ ഉയർത്തെഴുന്നേറ്റു, അവളെ കാത്തിരിക്കുകയാണ്. അവൾ എന്താഗ്രഹിച്ചുകൊണ്ട് വന്നോ, ആ ഭക്തയായ മകൾ എന്താഗ്രഹിച്ചുകൊണ്ട് വന്നോ, ആ പരിമളം തന്നിൽ പൂശുവാൻ കർത്താവ് കാത്തു നിന്നു. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ചില സംഗതികൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഭക്തയായ മഗ്ദല മറിയത്തിന്റെ മുമ്പിൽ കർത്താവ് നിന്നിട്ട് കബീർദാസും തുളസീദാസും ഒക്കെ ചിന്തിക്കുന്ന പോലെ അവരാ ക്രിസ്തുവിന് ചുറ്റും ഭക്തയെ പോലെ ചുറ്റി നടക്കുകയാണ്. അവിടെ കർത്താവിന്റെ ദേഹത്ത് പൂശുവാൻ അവളെ അനുവദിക്കുക. മഗ്ദല മറിയത്തെ കുറിച്ച് വീണ്ടും പറയുന്നുള്ളൂ, അവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇപ്പോൾ പൂശിയതാണെന്ന് പറഞ്ഞതുപോലെ അവൾ കരുതിക്കൊണ്ടുവന്ന സുഗന്ധം കല്ലറയ്ക്കുള്ളിൽ മരിച്ചു കിടന്ന ശരീരത്തെ പൂശുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു അവൾ കൊണ്ടുവന്നതിനെ കാത്തിരിക്കുകയാണ്. അവളെ കാത്തിരുന്നു. അതുകൂടാതെ അവൾ കൊണ്ടുവന്ന സുഗന്ധ ധൂപം, സുഗന്ധവർഗങ്ങൾ, ആ തൈലം തൻ്റെ ദേഹത്ത് പൂശുവാൻ ദൈവം അനുവദിക്കുക. എന്തൊരു വ്യത്യസ്തമായ ഭാവമാണ് ദൈവത്തിൻ്റെത്. ഇത്ര അനുകമ്പയുള്ള, ഇത്ര സ്നേഹമുള്ള ഭക്തയായ മനുഷ്യരോട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മഗ്ദല മറിയം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാ. നമുക്കൊന്ന് ചിന്തിക്കുക, ദൈവമേ, എന്നിലുള്ള വിശ്വാസം ആ ഭക്തയായ മഗ്ദല മറിയത്തിന്റെ അല്പമെങ്കിലും ഉണ്ടോ? എന്നിലുള്ള ആർദ്രത, സ്നേഹമൊക്കെ എത്രയുണ്ട്? ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. സെൻ ബുദ്ധകഥയിൽ ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. അതിൽ പറയുന്നത് ഒരു ദുർവൃദ്ധയായ ഒരു സ്ത്രീയെ കുറിച്ചാണ് കഥ. നല്ല ജീവിതമല്ലാത്ത ഒരു സ്ത്രീ, പക്ഷെ സുന്ദരിയാണവൾ. ആ സുന്ദരിയായ സ്ത്രീ ഒരു മകനും ഒരു പിതാവും കൂടി ആഗ്രഹിക്കുകയാണ്. അവന്റെ ജീവിതത്തിന് വിവാഹപ്രായമായപ്പോൾ അവര് പോയി കണ്ടെത്തിയതാണ് ഈ സ്ത്രീയെ. എന്നാൽ ഈ സുന്ദരിയായ സ്ത്രീ കാണുവാൻ ഭംഗിയായപ്പോൾ ഈ പിതാവ് പറയുകയാണ്, ഞാനാണ് അവളെ വിവാഹം കഴിക്കേണ്ടത്. അപ്പം പുത്രൻ പറഞ്ഞു, എനിക്കല്ലേ പ്രായം, എനിക്ക് വേണ്ടിയല്ലയോ അങ്ങ് ഈ സ്ത്രീയെ കാണാൻ വന്നത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് വേണമെന്ന്. അവസാനം ഈ പ്രശ്നം അവര് തമ്മിലുള്ള ദൂരം, പിതാവും മകനും തമ്മിലുള്ള ദൂരം വർദ്ധിച്ചു. ഈ സുന്ദരിയായ സ്ത്രീയെ കുറിച്ച് ചിലയിടത്ത് ന്യായാധിപന്റെ മുമ്പിലൊക്കെ വന്നു, രാജാവിന്റെ മുമ്പിൽ വരെ എത്തി. രാജാവിന്റെ മുമ്പിൽ ഈ സ്ത്രീയെ കൊണ്ടുവന്നു. അങ്ങനെ ന്യായാധിപന്റെ മുമ്പിൽ വന്നപ്പം പറയുകയാണ്, ഈ പിതാവിനും മകനും അല്ല ഇവളെ കിട്ടാൻ യോഗ്യത, എനിക്കാണെന്ന് ന്യായാധിപൻ പറയുന്നു. അത് കഴിഞ്ഞ് രാജാവിന്റെ മുമ്പിൽ വന്നപ്പോൾ ഈ സുന്ദരിയായ സ്ത്രീയെ കുറിച്ച് പറയാണ് രാജാവ്, ഞാനാണ് നിങ്ങളെക്കാൾ എല്ലാം
ഇതിന് യോഗ്യത. അപ്പൊ തന്നെ ജനങ്ങൾ, വലിയ ധനികരായ മനുഷ്യരൊക്കെ ഈ സ്ത്രീയെ എനിക്ക് വേണമെന്ന് ഒത്തിരി അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അപ്പോൾ ആർക്കും ഉത്തരങ്ങളില്ലാതെ വന്നപ്പോൾ ഈ സ്ത്രീക്ക് പറയുവാൻ ഒരു അവസരം കൊടുക്കണമെന്ന് അവിടെ കയറി വന്ന ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു. അവളോട് ചോദിക്കാം, അവൾക്ക് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്കെന്താണ് ഉത്തരം? അവിടെയാണ് അവൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഓടാൻ തുടങ്ങും. നിങ്ങൾ ആരാണോ എന്നെ ഓടി വന്ന് പിടിക്കുന്നത് അവർക്കായിരിക്കും അവർക്ക് ഭാര്യയായി ഞാൻ മാറിക്കൊള്ളാം. അവസാനം അവൾ ഇങ്ങനെ ഓടുന്നതാണ്. സുന്ദരിയായ സ്ത്രീ ഇങ്ങനെ ഓടുന്നു. അവളുടെ പുറകെ രാജാവും ന്യായാധിപന്മാരും എല്ലാവരും ഓടി വഴിയിൽ വെച്ച് ഓരോരുത്തരായി വീണു തുടങ്ങി. അങ്ങനെ എല്ലാവരും വീണു കഴിഞ്ഞു. ആർക്കും അവളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള കഥ അതിൽ പറയുന്നില്ല. കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും സ്ഥിരം ഇങ്ങനെ പലതും ലോകത്തിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി, സുന്ദരി എന്ന് വിചാരിക്കുന്ന ഈ ഭൂമിയെ നമ്മൾ ഒത്തിരി ഓടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓടി ഓടി പോയിട്ട് നമ്മളെല്ലാം മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അവസാനം മരണത്തിന്റെ സമയത്ത് നമ്മൾ ഓടിച്ചെന്ന ഭൂമി നമ്മളോട് പറയും, നിങ്ങൾക്കൊന്നും ഇതുവരെയും അവകാശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു മായാപ്രപഞ്ചത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷേ മഗ്ദല മറിയം പറഞ്ഞു, ഞാൻ മായാപ്രപഞ്ചത്തെ അല്ല കണ്ടത്, എൻ്റെ നാഥനെയാണ്. അതുകൊണ്ട് നമ്മളും ചിന്തിക്കുക, നമുക്കൊരു ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ? അവൻ നമ്മളിൽ അകലാതിരിക്കുവാൻ നമുക്ക് എന്ത് വേണ്ടി വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഈ ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിഞ്ഞത്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ശനിയാഴ്ച ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ധ്യാനം, ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ സമയവും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയിക്കാം. നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ ഏത് മാർഗങ്ങളാണോ ഓരോ സമയത്ത് ഭംഗിയായി ലഭിക്കുന്നതനുസരിച്ചാണ്. ഇതിനകത്ത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ 1000-ൽ കൂടുതൽ വന്നാലേ യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരോടൊക്കെ ഇതൊന്ന് അയച്ച് സബ്സ്ക്രൈബ് ചെയ്യുവാൻ തക്കവണ്ണം ഒന്ന് ശ്രമിക്കണം. ഭവനത്തിൽ നിങ്ങളെല്ലാം സന്തോഷപൂർവ്വം ജീവിക്കുന്നു. ദുഃഖങ്ങളുണ്ടെന്നറിയാം, കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. സാരമില്ല, എങ്കിലും എല്ലാത്തിനും ഒരു പ്രതീക്ഷയുണ്ടല്ലോ. നമ്മളിപ്പോൾ 10 ദിവസം ഇരിക്കുമ്പോൾ ഈ ഒരു വലിയൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാനുള്ള കഴിവാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി നടന്ന് ചിലപ്പോൾ രോഗാവസ്ഥകളൊക്കെ വന്നാൽ വലിയൊരു കാലം പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത്രയും ചിന്തിച്ചാൽ മതി, ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയാത്തത് ഇനി പ്രതീക്ഷയുള്ള വലിയ നാളുകൾ എനിക്കും വീണ്ടും ഒരു ആയുസ്സിലൂടെ സഞ്ചരിക്കാനാണ് എനിക്ക്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇറങ്ങി നടന്ന് എൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് എനിക്ക് വലിയ ആയുസ്സുകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം തന്ന വിവേകവും ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.